ഹായ് ഫ്രണ്ട്സ്, ടെക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിനി റീചാർജബിൾ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പോക്കറ്റിൽ വരെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റിയ വളരെ ചെറുതായിട്ടുള്ള ഒരു മിനി റീചാർജബിൾ ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ മുഴുവൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ്. ഫോണിലിടുന്ന ബാറ്ററിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സ്പീക്കർ വേണം. 3 വാട്ട് 4 ഓമിൻ്റെ വൂഫർ സ്പീക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ചാർജിങ് മൊഡ്യൂൾ എടുത്തിട്ടുണ്ട്. പിന്നെ ആംപ്ലിഫയർ മൊഡ്യൂളും ബ്ലൂടൂത്ത് മൊഡ്യൂളും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫുൾ നെയിം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സ്വിച്ചും ഒരു ഫീമെയിൽ പോർട്ടും ഒരു ബോക്സും എടുത്തിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി. പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സാണ്, വീട്ടിലെ പഴയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളൊന്നുകിൽ കാർഡ്ബോർഡ് ഉപയോഗിച്ചൊരു ബോക്സ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഇതൊരു സ്പീക്കർ ഫ്രെയിമാണ്. ഇത് ഇലക്ട്രോണിക്സ് കടയിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ട് നമുക്ക് ബാറ്ററിയിൽ 2 വയർ സോൾഡർ ചെയ്തെടുക്കാം. സോൾഡർ ചെയ്യുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ടച്ച് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ആ സോൾഡർ ചെയ്തത് കറക്റ്റായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടി ഒരു ടാപ്പ് എടുത്ത് ബാറ്ററി ഒന്ന് കവർ ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കുക. അടുത്തതായിട്ട് നമ്മുടെ പ്രധാന ഐറ്റം ആംപ്ലിഫയർ മൊഡ്യൂളും ബ്ലൂടൂത്ത് മൊഡ്യൂളും എടുക്കുക. അതിൽ വയർ മാറിപ്പോവാതെ LGR എന്ന് കാണാം. അതിൽ ആംപ്ലിഫയർ ബോർഡിലെ Lലേക്കും ബ്ലൂടൂത്ത് ബോർഡിൽ ആംപ്ലിഫയർ ബോർഡിലെ Rലേക്കും ആംപ്ലിഫയർ ബോർഡിലെ ഗ്രൗണ്ട് ബ്ലൂടൂത്ത് ബോർഡിലെ ഗ്രൗണ്ടിലേക്കും മാറിപ്പോവാതെ സോൾഡർ ചെയ്ത് വെക്കുക.
ഇനി അതിൻ്റെ പവർ കൊടുക്കാൻ വേണ്ടി ആംപ്ലിഫയർ മോഡ്യൂളിലും ബ്ലൂടൂത്ത് മോഡ്യൂളിലായിട്ട് ഒരു വയർ കൊടുക്കുക. ആ കണക്ട് ചെയ്ത സ്ഥലത്ത് പവർ കണക്ട് ചെയ്യാൻ വേണ്ടി വീഡിയോ കാണുന്നത് പോലെ വയർ സോൾഡർ ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ സ്പീക്കർ എടുത്ത് 2 വയർ സോൾഡർ ചെയ്ത് വെക്കുക. ഇനി സ്പീക്കറിൽ നിന്നുള്ള 2 വയർ എടുത്ത് പ്ലസും മൈനസും മാറിപ്പോവാതെ ആംപ്ലിഫയർ ബോർഡിൽ വീഡിയോയിൽ കാണുന്നത് പോലെ സോൾഡർ ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് ആംപ്ലിഫയർ മോഡ്യൂളിലും ബ്ലൂടൂത്ത് മോഡ്യൂളിലും വയർ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം വയർ പൊട്ടിപ്പോവാതെ പ്ലസും മൈനസും ടച്ച് ചെയ്യാതെ ബോക്സിനുള്ളിലേക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് ഇറക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പവർ കൊടുക്കാൻ വേണ്ടി കണക്ട് ചെയ്ത വയർ പുറത്തേക്കെടുത്ത് സ്പീക്കർ അവിടെ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ഹോൾട്ട് സ്വിച്ച് കണക്ട് ചെയ്തായിരുന്നു. ശേഷം ഒരു ഹോൾട്ട് ഫീമെയിൽ പോർട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം നമ്മുടെ ചാർജിങ് ബോർഡ് എടുത്ത് ഫീമെയിൽ പോർട്ടിൻ്റെ പ്ലസും മൈനസും ഇൻ പ്ലസ് ഇൻ മൈനസ് എന്നിവയിൽ മാറിപ്പോവാതെ കണക്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം നമ്മുടെ ബോർഡും ബാറ്ററിയും എടുത്ത് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറ്റി വെച്ച് കൊടുക്കാം. വയറ് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ശ്രദ്ധിക്കുക.
അതിന് ശേഷം നമ്മൾ സ്പീക്കറിൻ്റെ ഫ്രെയിം എടുത്ത് അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആ ഫ്രെയിം ഒട്ടിച്ച ഭാഗം ഒന്ന് കളറാക്കാൻ വേണ്ടിയും അതൊന്ന് കൃത്യമായിട്ട് ഇരിക്കാൻ വേണ്ടിയും ഒരു ടാപ്പ് എടുത്ത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം, വീഡിയോയിൽ കാണുന്ന പോലെ. അതിന് ശേഷം സ്പീക്കറിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിവിടെ ഇൻസുലേഷൻ ടാപ്പാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കാർഡ്ബോർഡോ പേപ്പറോ മറ്റോ ഉപയോഗിച്ച് അടക്കാവുന്നതാണ്. ഇനി നമ്മൾ സ്പീക്കർ ഒന്ന് കളറാക്കാൻ വേണ്ടി ഒരു ബ്ലാക്ക് ടാപ്പ് എടുത്ത് ഗ്ലോബ് ടാപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് കവർ ചെയ്ത് നല്ല രീതിയിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. Stacking cheese like it's Parmesan. 8 different flows, call me Octomom. I'm moving fast like the Autobahn, and I'm independent, so I'm not your fucking starving like it's Ramadan.
simplistic gift